ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ കടൽപ്പുറത്ത് വിവിധ സ്ഥലങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അപ്പോൾ തന്നെ കടൽ കാണാൻ വന്നവരുണ്ട്. അവരെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനൊരു ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിൽ 1-ാം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ആ ഭാഗത്ത് നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും ഈ ഭൂമിയുടെ അവസ്ഥയെ. 1 പാഴ്, 2 ശൂന്യവും, മറ്റൊന്ന് ഇരുൾ. ഈ 3 അവസ്ഥയിൽ നിന്നാണ് ദൈവം ഈ ഭൂമിക്കൊരു പുനരാവർത്തനം നൽകിയത്. ഇന്ന് നാം കാണുന്ന ഈ ഭൂമിയെ ഇങ്ങനെ മനോഹാരിതമായി കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. പാഴായ അനുഭവങ്ങൾ, ശൂന്യമായ അനുഭവങ്ങൾ, അതുപോലെ ഇരുൾ മൂടിയ അനുഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെയും ആമയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെയുള്ള പരാജയ ഭീതികൾ, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ വീണു പോകാതെ, ആ പരാജയത്തിന് അടിമപ്പെട്ടു കൊടുക്കാതെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് ഭൂമിയെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ കാണുന്നത് പോലെ തന്നെ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിൻ്റെ പരാജയത്തിൻ്റെ നടുവിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നീ കടക്കണിയിൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിൻ്റെ കൃഷിയിൽ ഫലം കണ്ടില്ലെന്ന് വരാം. ആടുമാട് കന്നുകാലികൾ നിനക്ക് വേണ്ടതുപോലെ അതിൻ്റെ അമ്മയിൽ ഫലം തന്നില്ലെന്ന് വരാം. ഒരുപക്ഷെ നീ വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ജോലി നഷ്ടപ്പെട്ടേക്കാം, സാലറികൾ മുടങ്ങിയേക്കാം, മണലാരണ്യത്തിൽ കഷ്ടത അനുഭവിച്ചേക്കാം. എന്തെല്ലാം ശോധനയുടെ കടന്നുപോയാലും അതിൻ്റെ നടുവിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ പാഴായ അനുഭവത്തെ, ഹല്ലേലൂയ, ആ ശൂന്യമായ അനുഭവത്തെ, ആ ഇരുൾ മൂടി കിടക്കുന്ന അനുഭവത്തെ മാറ്റിയെടുക്കുവാൻ സൃഷ്ടാവായ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ എതിരെ കരപടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ജീവിതത്തിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. പണ്ടുള്ള പഴമക്കാർ പറയാറുണ്ട്, പൊന്നും തൂമ്പായുള്ളവനും ഇരുമ്പും തൂമ്പാടെ ആവശ്യം വരുമെന്ന്. എന്ന് പറഞ്ഞാൽ പൊന്നും തൂമ്പായാണ് നമ്മുടെ ഭവനത്തിലിരിക്കുന്നതെങ്കിലും ചിലപ്പോൾ നല്ല കട്ടിയുള്ള സ്ഥലത്ത് കൊത്തിക്കളയ്ക്കുവാൻ ഈ പൊന്നും തൂമ്പായിട്ട് കഴിയത്തില്ല, ഇരുമ്പിൻ്റെ തൂമ്പ തന്നെ വേണം. എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എങ്കിൽ പോലും ചില സമയങ്ങളിൽ പാഴും ശൂന്യമായ അനുഭവങ്ങൾ ആമി നിങ്ങൾക്കും കടന്നു വരാം. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഞാനും പലതും നിങ്ങളെപ്പോലെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവാത്മാവിനോട് പറയുന്ന കാര്യങ്ങൾ പതറിപ്പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ഉറപ്പോടെ ധൈര്യത്തോടു കൂടിയിരിക്കുവാൻ. നമുക്ക് മുമ്പിൽ ചില പ്രതികൂലങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്. അതിനെ തരണം ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ നീ ഒരിക്കലും താളടിയായി പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പാഴും ശൂന്യമായ അനുഭവത്തിൽ നിന്ന്, ഇരുളുമൂടിയ നിന്റെ ജീവിതത്തിൽ നിന്ന്
ദൈവം നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന്. അതേ പാഴും ശൂന്യവുമായിരുന്ന ഇരുൾ മൂടിക്കിടന്ന ഈ ഭൂമിയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് യഹോവയായി ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അതേ നിൻ്റെ ജീവിതത്തിന് ഇരുൾ മാറി വെളിച്ചം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ പാഴായ അനുഭവത്തെ നീക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തുടർന്ന് നമ്മൾ ആ വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിക്ക് വേണ്ടതെല്ലാം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പാഴും ശൂന്യമായ അനുഭവത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്നതിൻ്റെ ജീവിതത്തിൽ ചില പുതിയ സൃഷ്ടിപ്പുകളെ, ചില പുതിയ പ്രകാശത്തെ ദൈവം നൽകി നിൻ്റെ കഷ്ടതയിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ കണ്ണുനീര് കാണാതിരിക്കുന്നവനല്ല ദൈവം, നിന്റെ കണ്ണുനീര് കാണുന്നവനാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ കരച്ചിലുകൾ മുഴുവൻ നിന്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് നനച്ച അനുഭവങ്ങൾ, ആരോരും അറിയാതെ മാറിയിരുന്ന് തേങ്ങലോടെ ഹൃദയം മുങ്ങിപ്പൊട്ടിയ അനുഭവങ്ങൾ, അതിനെല്ലാം ദൈവം മറുപടി നൽകാൻ പോകുക. നീ ഒരിക്കലും തളർന്നു പോകരുത്. ജീവിതത്തിലായിരുന്നാലും കുടുംബജീവിതത്തിലായിരുന്നാലും എവിടെയും പ്രശ്നങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ചില ഇരുളുകളുണ്ട്. അതിനെ മാറ്റി വെളിച്ചം തരുവാൻ യേശുവിന് കഴിയും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-14 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതേ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവം നിന്നെ നീക്കി, ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ട് അനേകർക്ക് ഇരുളിൽ കിടക്കുന്ന അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ജീവിതത്തിലേറെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതൊന്നും നിന്നെ തകർക്കുവാനല്ല, നിന്നെ പണിതെടുക്കുകയാണ്. സൃഷ്ടാവായി ദൈവം ഈ ഭൂമിയെ മനോഹരമായി സൃഷ്ടിച്ചതുപോലെ തന്നെ നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ തന്നെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നിറവേറുന്ന നാളുകളാണ് ഇന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ബുദ്ധി പറയുക. മരണം നിൻ്റെ മുമ്പിലുണ്ടായിരിക്കാം. ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾ നിനക്ക് നേരെ കടന്നു വന്നേക്കാം. വലിയ പ്രതികൂലങ്ങൾ 4 സൈഡിൽ നിനക്കെതിരായി നിന്നാലും അതിന് നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ഇരുൾ കൊണ്ട് മൂടിയിരുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം വിടിവെച്ചെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ ആ പാഴും ശൂന്യമായ അനുഭവത്തെ സർവശക്തനായ ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുക. ആ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന കണ്ണുനീരിന് എൻ്റെ കർത്താവ് ഒരു മറുപടി നൽകുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിലെ സ്തോത്രം പറയാം. ഞാനെപ്പോഴും പറയുന്നത് പോലെ അവിടെയായി പണിയെടുക്കുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കറിയാം ഞാനിവിടെ വന്ന് വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന്. ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ ഭാഗങ്ങളെക്കുറിച്ച് ചിലരൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ വീണ്ടും അവർക്കത് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മഹാപ്രവൃത്തികളെക്കുറിച്ച് പലപ്പോഴും അവർക്കും സന്തോഷകരമായി മാറുന്നുണ്ട്. ദുഃഖത്തിൻ്റെ നടുവിലിരിക്കുന്നവരായിരിക്കാം, അവർക്കതൊരാശ്വാസകരമായി മാറും. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പോലെ നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കാണാൻ പോകുക. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ കഷ്ടതകളും പ്രയാസങ്ങൾക്കും ഒരാശ്വാസം കൊടുക്കണമേ. ഇവിടെ കണ്ണുനീര് തുടയ്ക്കണമേ. ഇവിടെ ജീവിതത്തിൻ്റെ ഇരുള് മാറി പ്രകാശം വീശി ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവേ ജനത്തെ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.